ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണ്. ഇത് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെ. അതുപോലെ ചെറിയ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ആട്ടെ ഇത്. അപ്പൊ ഇതിന്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഒരു ബൗളിൽ 2 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിന്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് പൊടിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിന്. അപ്പൊ നിങ്ങളുടെ ഡ്രൈഡ് ഈസ്റ്റ് ഉള്ളതെങ്കിൽ ഈസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്ത ശേഷം പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനതാ പാൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ എടുത്തത്. ഇളം ചൂടുണ്ട് അത്. അപ്പോൾ ഇളം ചൂടുള്ള പാലിൽ ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പൊ പാല് നോക്കി നോക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പാല് നല്ല ചൂട് വേണ്ട, ഇളം ചൂട് അങ്ങനെ മതി. പിന്നെ അനക്കിപ്പോ ഒരു 1/4 കപ്പ് പാല് ആവശ്യമായിട്ട് വന്നിന് ഇത് കുഴച്ചെടുക്കാൻ. അപ്പൊ ഇതൊരു നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചിട്ടെടുക്കാം. ഞാനിതാ കുഴച്ചെടുത്തിന്. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അത് വെക്കുന്ന ബൗളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിന്. പിന്നെ ഈ ഡോന് മേലെ കുറച്ചൊന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോ ഒരു 1.5 മണിക്കൂർ അങ്ങനെ വെക്കുന്നുണ്ട്. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. ഞാനിപ്പോ 2 മണിക്കൂർ അങ്ങനെ വെക്കുന്നുണ്ട്. അത് അവിടുന്ന് ആയി വരട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അതിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നാൽ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനായപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ആ ചിക്കന് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കന് ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ട് പാനിൽ അത് മാറ്റി വെക്കാം. ആ സെയിം പാനിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ 3 നല്ല വലുപ്പമുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഈ ഉള്ളി നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കണം. അങ്ങനെ ഫൈനായിട്ട് വാടൊന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുത്ത ആ സെയിം ഓയിലിൽ ഇട്ടിട്ടാ ഉള്ളി വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയായിട്ട് എടുത്തത്. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയത്തേക്ക് നമ്മളിതാ കുഴച്ച് വെച്ച ആ ഒരു പൊടിയെല്ലാം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോ ഞാനൊരു 1.5 മണിക്കൂറിന് ശേഷമാട്ടോ എടുക്കുന്നത്. ഇനി ഇത് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കാനുണ്ട്. ഈ ഒരു രീതിയിൽ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ബോൾസ് ആക്കി കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലായിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്.
ഇനി ഇത് പരത്തിയെടുക്കണോ. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ഇത് ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാട്ടാ പരത്തിയെടുക്കുന്നത്. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വലുപ്പത്തിലും ചെയ്യാം, ചെറുതായിട്ടും ചെയ്യാം. ഞാനൊരു മീഡിയം സൈസിൽ അങ്ങനെയാട്ടാ ചെയ്യുന്നത്. ഞാനിതാ ഈ ഒരു കട്ടിക്കാട്ടാ പരത്തിയെടുത്തത്. ഇനി ഇത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാനുണ്ട്, ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാനിതാ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിന്. എന്നിട്ട് നമ്മൾ പരത്തിയെടുത്തത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. പിന്നെ ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിതാ ചീനച്ചട്ടി വെച്ചിന്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമുക്ക് എന്നിട്ടത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഓയിലൊന്ന് അതിന് മേലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. ഇത് നല്ല തിക്നെസ്സോടുകൂടിയാണ് നമ്മൾ പരത്തിയെടുത്തതെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. നല്ല നേരിയതായിട്ട് പരത്തിയെടുത്തെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വരും. ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലാട്ടാ പരത്തിയെടുത്തത്. അപ്പൊ ഇതാ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്നാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 1-2 തവണ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതാ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതാ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത് ചിക്കന് എടുത്ത് വെച്ചിന്. പിന്നെ കക്കിരി ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിന്. അതുപോലെ ക്യാപ്സിക്കം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാൻ ഗ്രീൻ ആയിട്ട് എടുത്തത്. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിന്. ഇനി ഇതിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മയോണൈസ് ആണെന്ന് വെച്ചാൽ അതങ്ങനെ തേക്കാം. അപ്പൊ ഇതാ മയോണൈസ് തേച്ച് കൊടുത്തിന്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഈ ഒരു രീതിയിൽ ഇതിൽ വെച്ച് കൊടുക്കാം. മസാലയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ വെക്കാം, കൂടുതൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിതാ ഈ ഒരു രീതിയിൽ അങ്ങനെ വെച്ചിന്. പിന്നെ അതിന് മേലെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കക്കിരി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. പിന്നെ അതിന് മേലായിട്ട് കുറച്ചുകൂടി ഒന്ന് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ലാസ്റ്റ് അതിന് മേലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.